അപകർഷകരം കിഞ്ചിത് അസമഞ്ജസവർത്മകം പുണ്യക്ഷയവിധായിത്വാ ആചരേന്ന കദാചന. പുണ്യക്ഷയവിധായിത്വാത് പുണ്യം നശിക്കുന്നത് കൊണ്ട്, അപകർഷകരം അപകർഷത്തെ ഉണ്ടാക്കുന്നവയായതുകൊണ്ട്, അസമഞ്ജസവത്മകം ചീത്ത വഴി കാണിക്കുന്നവയായ, കിഞ്ചിത് ഒന്നും, കദാചന ഒരിക്കലും ന ആചരേത് ചീത്ത വഴിയിലൂടെ നമ്മെ കൊണ്ടുപോകുന്ന ഒരു കർമ്മവും നമ്മൾ ചെയ്യരുത്. ഇവിടെ അസമഞ്ജസവർത്മകം എന്ന് പറയാൻ കാരണം അധാർമികമായ പ്രവൃത്തികളാണ് എല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അത് ചെയ്യാൻ പാടില്ല. ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളോട് അധർമ്മം പ്രവർത്തിക്കരുതെന്ന് പറയാൻ കാരണം എന്തെന്ന് നമ്മൾ ചോദിക്കും. അപ്പം അതിൽ പറയുന്നു പുണ്യക്ഷയവിധായിത്വാത്. നിങ്ങളിതുവരെ നിങ്ങളിൽ നന്മകൾ കൊണ്ട് നിറച്ചു വച്ചിട്ടുള്ള ആ ഡെപ്പോസിറ്റ്, നിങ്ങൾക്കൊരു പുണ്യം ഡെപ്പോസിറ്റ് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. പുണ്യകർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് അത് ഒരു സംസ്കാരമായി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ അതൊരു പുണ്യമായിട്ട്, അതൊരു വലിയ അസറ്റാണത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ മുമ്പ് ചെയ്ത കർമ്മങ്ങളിലെ നന്മകളാണ് നിങ്ങൾക്ക് പുണ്യരൂപത്തിൽ ഒരു വലിയ അസറ്റായിട്ടിരിക്കുന്നത്. ആ അസറ്റിന് പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ അസറ്റ് കൂടിക്കൊണ്ടിരിക്കും, വീണ്ടും കൂടും. ധാർമ്മിക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈവശം 1,00,000 രൂപ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രിയാത്മകമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആ ഡെപ്പോസിറ്റ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ദിവസവും അതിൽ നിന്ന് 1,000 രൂപ എടുത്ത് ബാറിൽ പോയിട്ട് മദ്യപിക്കുകയാണ്. 100 ദിവസം കഴിയുമ്പോൾ അതിലെ ഡെപ്പോസിറ്റ് മുഴുവൻ തീരും. ഇതുപോലെയാണ് നിങ്ങളുടെ പുണ്യം ക്ഷയിക്കുന്നതാണ്. അത് ദുർവിനിയോഗം ചെയ്താൽ ക്ഷയിച്ചു പോകും. ദുർവിനിയോഗം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ പുണ്യം ചോർന്നു പോകും. ഇങ്ങനെ പുണ്യം ചോരാതിരിക്കണമെങ്കിൽ ധർമ്മജാഗ്രത വേണം. പുണ്യം വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പുണ്യം കുറഞ്ഞു പോകുമ്പോൾ, തീർന്നു പോകുമ്പോൾ കൂടുതൽ ജാഗ്രത ഉണ്ടാകണം. നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ജീവിതത്തിൽ കടം വന്നാലുള്ള അവസ്ഥ. പുണ്യക്ഷയം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കടം മേടിക്കാൻ കിട്ടില്ല. കടം ചോദിച്ചാൽ പോലും ആരും തരില്ല. കാരണം പുണ്യം നമ്മൾ സ്വാർജിതങ്ങളാണ്. പണം പോലെയല്ല പുണ്യം. അവൻ തന്നെ ആർജിക്കണം പുണ്യത്തെ. വേറെ ആർക്കും പുണ്യം ആർജിച്ച് തരാൻ പറ്റില്ല. രത്നാകരൻ എന്ന കാട്ടാളൻ വാൽമീകി മഹർഷിയായി മാറുന്നതിന് മുമ്പ് സപ്തർഷികളുടെ സാന്നിധ്യം ലഭിച്ചിരുന്നു. സപ്തർഷികളുടെ സാന്നിധ്യം ലഭിച്ചപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ഒരറിവാണ് രത്നാകരനെ വാൽമീകിയായിട്ട് മാറാൻ സഹായിച്ചത്. അതായത് കാട്ടുകള്ളനും ക്രൂരനുമായ രത്നാകരനോട് ചോദിച്ചു സപ്തർഷികൾ, നീ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നീ തന്നെ അനുഭവിക്കുമോ, നിന്റെ ഭാര്യയും അച്ഛനും മക്കളും ഒക്കെ കൂടി അനുഭവിക്കുമോ എന്ന് ചോദിച്ചു. ആർക്കു വേണ്ടിയാണ് ഈ പിടിച്ചുപറിയും കൊലപാതകമൊക്കെ നടത്തുന്നതെന്ന് സപ്തർഷികൾ ചോദിച്ചപ്പോൾ രത്നാകരൻ പറഞ്ഞു, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നീ ചെയ്യുന്ന ഈ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ അവർ കൂടി തയ്യാറാകുമോ? അതിൽ രത്നാകരന് സന്ദേഹമുണ്ടായി. രത്നാകരൻ പറഞ്ഞു, ഞാൻ അവരോട് പോയിട്ട് ചോദിച്ചിട്ട് വരാം. അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും ഭാര്യയുടെയും കുട്ടികളുടെ അടുത്ത് പോയി ചോദിച്ചു. ഭാര്യയോട് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, അങ്ങ് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അങ്ങ് തന്നെയല്ലേ അനുഭവിക്കേണ്ടത്, ഞങ്ങൾക്ക് എങ്ങനെ അനുഭവിക്കാൻ കഴിയും? അച്ഛനും അമ്മയും മക്കളും അത് തന്നെ പറഞ്ഞു. അത് കേട്ടപ്പോൾ രത്നാകരന് ബോധ്യമായി, തൻ്റെ കർമ്മങ്ങൾ വേറെ ആരും അനുഭവിക്കാനുണ്ടാകില്ല. തിരിച്ചു വന്ന് സപ്തർഷികളോട് വന്ന് പറഞ്ഞു. അപ്പോൾ സപ്തർഷികൾ പറഞ്ഞു, നീ ചെയ്ത കർമ്മങ്ങൾ അധർമ്മങ്ങളാണ്. നിന്റെ ഉള്ളിൽ ധാരാളം പാപം നിക്ഷേപങ്ങളായിട്ടിരിക്കുന്നുണ്ട്.
ആ പാപത്തെ ക്ഷയിപ്പിച്ച് കളയണം. ആദ്യം ചെയ്യേണ്ടത് അതാണ്. പുണ്യം നിറയ്ക്കുന്നതിന് മുമ്പ് പാത്രം പാപവിമുക്തമാക്കി എടുക്കണം നമ്മൾ വ്യക്തിയെ. അങ്ങനെയാണ് രാമമന്ത്രം പഠിപ്പിക്കുന്നത്. മന്ത്രജപം കൊണ്ട് പാപവിമുക്തി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് രത്നാകരനെ രാമമന്ത്രം പഠിപ്പിച്ച് ആ രാമമന്ത്രം ചൊല്ലിയിട്ടാണ് രത്നാകരൻ വാൽമീകിയായിട്ട് മാറിയത്.